എല്ലാവർക്കും നമസ്കാരം. അമരക്കാൻ ക്രിയേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരളത്തിൽ എവിടെയും കണിക്കൊന്നകൾ പൂത്തു നിൽക്കുകയാണ് വിഷുവിൻ്റെ വരവും അറിയിച്ച്. ചേന്നമംഗലം നിവാസികളും എല്ലാ കൊല്ലത്തെയും പോലെ തന്നെ നമുക്കായി ഒരു വിഷുക്കണി ഒരുക്കിയിരിക്കുകയാണ്. പാലിയത്തച്ഛൻ്റെ നാടുകൂടിയാണ് ചേന്നമംഗലം. ചരിത്രപ്രസിദ്ധമായ പാലിയം കൊട്ടാരം ഇവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഒരു മാറ്റച്ചന്ത എന്ന് കേൾക്കുമ്പോൾ ഈ പേര് എങ്ങനെ വന്നു എന്നതിനെ കൂടി അറിയണം നമ്മൾ. ഏകദേശം 200 വർഷങ്ങൾക്ക് മുൻപ് രാജഭരണകാലത്താണ് ഈ മാറ്റച്ചന്ത ഇവിടെ നിലവിലുന്നത്. പണമെന്നതിന് മൂല്യമുണ്ടാകുന്നതിന് മുൻപ് തങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കൾ പകരമായി തങ്ങൾക്ക് ആവശ്യമുള്ള വസ്തുക്കൾ മാറ്റിയെടുക്കാൻ വേണ്ടി സ്ഥാപിച്ച ഒരു വിപണിയാണ് മാറ്റച്ചന്ത. ഇന്ന് അതിൻ്റെ പൗരാണികത നിലനിർത്തിക്കൊണ്ട് ഇന്നും ഒരു കൂട്ടം ജനങ്ങളുടെ പരിശ്രമ ഫലമായി ഈ മാറ്റച്ചന്ത ഇവിടെ തുടർന്നു വരുന്നു. ഏപ്രിൽ 10 തീയതി ഇന്ന് ഈ മാറ്റച്ചന്ത ഇവിടെ ഉദ്ഘാടനം ചെയ്യപ്പെട്ടിരിക്കുകയാണ്. 10 തീയതി മുതൽ 15 തീയതി വരെയാണ് ഈ മാറ്റച്ചന്ത ഇവിടെ ഉണ്ടാകുന്നത്. ഈ മാറ്റച്ചന്തയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ നമ്മോട് പറയാനായിട്ട് ആഘോഷ കമ്മിറ്റിയുടെ പബ്ലിസിറ്റി കൺവീനർ, ഈ ചേന്നമംഗലം പഞ്ചായത്തിലെ 16ാം വാർഡ് മെമ്പർ കൂടിയായ ആൻസൺ ചെമ്മാശ്ശേരി നമ്മോടൊപ്പം ചേരുന്നു. നമസ്കാരം സർ. ആൻസൺ ചെമ്മാശ്ശേരി, ഞാൻ ഇവിടുത്തെ 16ാം വാർഡ് മെമ്പറാണ്. ഈ ആഘോഷ കമ്മിറ്റിയുടെ പബ്ലിസിറ്റി കൺവീനർ കൂടിയാണ്. പൗരാണിക സംസ്കാരം ഏറെ ഉൾക്കൊള്ളുന്ന ഒരു വിഷുമാറ്റച്ചന്തയാണ് ഇവിടെ നടക്കുന്നത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പൈതൃക സംസ്കാരം ഉൾക്കൊള്ളുന്ന ഒരു ഏരിയയാണിത്, പാലിയം എന്ന ചേന്നമംഗലം. ഇത് കൊടുക്കൽ വാങ്ങൽ എന്നുള്ള മുൻകാലങ്ങളിൽ നെല്ല് അങ്ങനെയുള്ള വീടിൻ്റെ നാട്ടിലെ ഉണ്ടാവുന്ന സാധനങ്ങൾ, ഉൽപ്പന്നങ്ങളാവുന്ന സാധനങ്ങൾ, ചേമ്പ്, കായ, വിത്ത്, അതുപോലെ തന്നെ മീൻ, അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ, ഉണക്കമീൻ, അതൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ ഒന്ന് മാറ്റിയെടുക്കുന്നൊരു സമ്പ്രദായമായിരുന്നു അത്. അതിൽ നിന്നൊക്കെ വളരെ വ്യത്യസ്തമായിട്ട് ഇന്ന് ഒരു കച്ചവടത്തിൻ്റെ രീതിയാക്കുകയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇവിടെ ഈ പാലിയം മേഖലയിലും പറവൂർ മേഖലയിലുള്ള സാധാരണ കച്ചവടക്കാർ നാച്ചുറലായിട്ടുള്ള സാധനങ്ങൾ, മാങ്ങ, അങ്ങനെയുള്ള മീൻ, അങ്ങനെയുള്ള ഐറ്റംസ്, നുറുക്ക്, വീട്ടിലുണ്ടാക്കുന്ന ഉൽപ്പന്നങ്ങളൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഈ വിഷുമാറ്റത്തിന് അവർ ചെറിയ തുക ഈടാക്കിക്കൊണ്ട് സെയിൽ ചെയ്യുന്നൊരു സ്ഥിതിവിശേഷമാണ് ഇവിടെ ഉള്ളത്. വിനോദമംഗലമാകുന്ന ചേന്നമംഗലത്ത് ഈ വിഷുമാറ്റച്ചന്ത വളരെ ഭംഗിയായിട്ട് സഘോഷം കൊണ്ടാടാനായിട്ട് ഞങ്ങൾ തീരുമാനിച്ചു. ഏകദേശം ഇന്ന് ഉദ്ഘാടനം ചെയ്യപ്പെട്ടു. 10 തുടങ്ങി 15 തീയതി വരെ വിഷുമാറ്റത്തിൻ്റെ സവർണമായ എല്ലാ പരിപാടികളും ഇവിടെ വളരെ ഭംഗിയായിട്ട് ആഘോഷഭരിതമായി നടത്തുകയാണ്. അതിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് ആസ്വദിക്കാനുള്ള എല്ലാ കലാപരിപാടികളും ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ പരിപാടികൾ ഇന്ന് ഇവിടെ രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. ഇവിടെ ഏകദേശം രാവിലെ 9 മണി തുടങ്ങി രാത്രി 10, 10:30, 11 മണി വരെയും ഇവിടെ ജനങ്ങളുടെ വിഷുമാറ്റ ചന്തയിൽ നിന്ന് സാധനങ്ങൾ വാങ്ങാനും ഒക്കെ ആയിട്ട് പല ദേശങ്ങളിൽ നിന്നും, ഇവിടെ പറവൂർ മാത്രമല്ല ഇതിൻ്റെ പുറത്തുള്ള പല സ്ഥലങ്ങളിൽ നിന്നും ആൾക്കാർ കുടുംബസമേതം കുട്ടികളടക്കം ഇവിടെ എത്തിച്ചേരുന്നുണ്ട്. വളരെ ഒരു നല്ലൊരു ഉത്സവമായിട്ടാണ് ഈ വിഷുമാറ്റ ചന്ത ഇവിടെ കാലാകാലങ്ങളായിട്ട് ഇവിടെ നടത്തപ്പെടുന്നത്. ഇവിടുത്തെ ജനങ്ങൾക്കും അത് വളരെ ഉപകാരപ്രദമായൊരു കാര്യമാണ്. ഈ നാടിനെ ഉൾക്കൊള്ളാനും ചേന്നമംഗലത്തിൻ്റെ ആ പുരാതന സംസ്കാര കാര്യങ്ങളെല്ലാം ജനങ്ങൾക്ക് മനസ്സിലാക്കാനും, ഇവിടെ ശരിക്കും പറയുകയാണെങ്കിൽ മുസ്ലിം പൈതൃകം ഉൾക്കൊള്ളുന്ന ഒരു നാടാണ് ചേന്നമംഗലം. ആ ചേന്നമംഗലത്തിൻ്റെ ഏറെ വിശേഷഭരിതമായ ഒരു വിഷുമാറ്റച്ചന്ത വളരെ ഭംഗിയായി നല്ല രീതിയിൽ സംഘടിപ്പിക്കാനായിട്ട് ഞങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. അതിൻ്റെ വിജയപൂർണ്ണമായ പരിസമാപ്തി സാംസ്കാരിക സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്ന തന്നെ നല്ല പ്രമുഖ വ്യക്തികളാണ്. കലാപരിപാടികളും അതുപോലെ തന്നെ പ്രമുഖമായ പല കാര്യങ്ങളുമൊക്കെ അതിൻ്റെ അകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഉൾപ്പെടുത്തിയിരിക്കുന്ന പരിപാടികളെല്ലാം എല്ലാവരും സഘോഷം വീക്ഷിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നന്ദി, നമസ്കാരം.